ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ ഒരു നൈസ് ക്ലീൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പടം OTT റിലീസ് ആയിട്ടാണ് ഇന്ത്യയിൽ അവൈലബിൾ ആയത്. തിയേറ്റർ റിലീസ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ട്രെയിലർ കണ്ട സമയത്ത് തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്ന് ഉറപ്പിച്ചൊരു മൂവിയായിരുന്നു. ബട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സാറ്റിസ്ഫൈഡ് മൂവി എക്സ്പീരിയൻസ് തന്നെയായിട്ടാണ് തോന്നിയത്. ഒരു സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നടന്നിട്ടുള്ള ഒരു ബ്രിട്ടനിൽ ഇപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ ടീം അല്ലെങ്കിൽ ഒരു അണ്ടർ കവർ ടീം നാസികൾക്കെതിരായിട്ടുള്ള ഒരു മിഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം ഉണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള പ്ലോട്ട്. 2016 ഡാമിയൻ ലൂയിസ് എഴുതി പുറത്തുവിട്ടിട്ടുള്ള ഒരു പുസ്തകത്തിൽ വിൻസ്റ്റൺ ചർച്ചിലിന്റെ കാലത്ത് നടത്തി വന്നിട്ടുള്ള കുറെ മിഷൻസിനെ കുറിച്ചിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ച് ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസ്. അത് ഈ ബുക്കിലൂടെയാണ്, അല്ലെങ്കിൽ 2016 ഇത് ഡീക്ലാസിഫൈ ചെയ്തത്. സോ അതിൽ ഉൾപ്പെട്ട ഓപ്പറേഷൻ പോസ്റ്റ്മാൻ എന്നുള്ള ഈ ഒരു മിഷനാണ് മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഈ സിനിമയുടെ ആ ഒരു പോക്കാണ്. വളരെ സ്മൂത്ത് ആയിട്ട് ക്യാരക്ടേഴ്സിനെ ആയാലും ഈവൻ സ്റ്റോറിയിലേക്കായാലും പെട്ടെന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എവിടെയും അനാവശ്യമായിട്ടുള്ള ലാഗോ അല്ലെങ്കിൽ നമുക്ക് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഫീലോ എവിടെയും ഇല്ല. കാരണം പടത്തിലെ ക്യാരക്ടേഴ്സിനെ പെട്ടെന്നോ അല്ലെങ്കിൽ ആ സംഭവങ്ങളിലേക്ക് നമ്മളെ പെട്ടെന്നാണ് കൊണ്ടുവന്ന് ഇവരുടെ ഒരു ക്രൂ എന്താണ് ഇവരുടെ മിഷൻസ്, അല്ലെങ്കിൽ ആരൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, അവിടെ ചെന്നിട്ട് ആരൊക്കെ ഇവർക്ക് നേരിടണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഇവർ ഇങ്ങനെ കാണിച്ച് പോയിട്ടുണ്ട്. ആൻഡ് ഹെൻറി കാവലിന്റെ ഒരു മാർച്ച് ഗസ് ഫിലിപ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ ആ ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇയാൻ ഫ്ലെമിംഗ് ജെയിംസ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിൽ പലർക്കും അതറിയാം. സോ ആ ഇയാൻ ഫ്ലെമിംഗിന്റെ ഒരു ക്യാരക്ടറും ഈ ഒരു ക്യാരക്ടറും മീറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആൻഡ് അലൻ റിച്ച്സന്റെ ക്യാരക്ടർ ആയാലും ശരി, കാരണം റീച്ചർ സീരീസ് കണ്ട ആളുകൾക്ക് അറിയാം ആ ഒരു ക്യാരക്ടറിന്റെ ഒരു മാനറിസം അല്ലെങ്കിൽ ആൾക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. സോ ഇതിലേക്ക് വരുമ്പോൾ തന്നെ പെർഫോമൻസിലും സ്ക്രീൻ പ്രസൻസിലും ചുമ്മാ മറ്റുള്ളവരെക്കാൾ സ്കോർ ചെയ്ത് പോയ ഒരു ക്യാരക്ടർ ആയിരുന്നു. കാരണം ഇപ്പോൾ ഇവര് ചില മിഷൻസിൽ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സീക്വൻസ് വരികയാണെങ്കിൽ വരിക കൊല്ലുക പോവുക എന്നുള്ള ഒരു മെത്തേഡാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്ലീസിങ് ഫീൽ ആണ്. കാരണം ഭയങ്കര, അപ്പൊ ഈവൻ എന്റെ മേക്കിംഗ് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും ഒക്കെ ശരി, വളരെ നമുക്ക് കണ്ണിന് ഭയങ്കര സുഖം കിട്ടുന്ന പോലെയാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇപ്പോൾ 2 മണിക്കൂറാണ് പടത്തിന്റെ ഒരു ടോട്ടൽ ഡ്യൂറേഷൻ. ബട്ട് ഈ ഡ്യൂറേഷന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ. ഈവൻ വിൻസ്റ്റൺ ചർച്ചിന്റെ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്ന ഒരു ക്യാരക്ടറിന്റെ മാനറിസം അല്ലെങ്കിൽ സംസാരം ഒക്കെ. ആൻഡ് ഈവൻ നാസികൾക്കെതിരായിട്ടുള്ള ആ സമയത്തെ കുറെ സംഭവങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും കണ്ടൊക്കെ ഒരു പ്രോപ്പർ OTT പ്ലാറ്റ്ഫോമിൽ പടം റിലീസ് ആയിട്ടില്ല. ഈവൻ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഈ പടം വന്നിട്ടുണ്ടായിരുന്നത്. കാണാൻ എന്തായാലും ഉറപ്പിച്ചൊരു മൂവി ആയതുകൊണ്ട് ഇപ്പോഴാണ് കണ്ടത്. പടം നല്ല രീതിയിൽ തന്നെ മേക്കിംഗ് ആയാലും ശരി, ഇതിന്റെ ഇപ്പൊ ഗൈ റിച്ചിയുടെ മുമ്പത്തെ പടങ്ങൾ നോക്കുകയാണെങ്കിൽ ദ മാൻ ഫ്രം അങ്കിൾ ഒക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഒരു മേക്കിംഗ് സ്റ്റൈൽ എന്നുള്ളത്. സോ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. ഭയങ്കര ടെക്നിക്കൽ സൈഡ് ആൻഡ് സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു പ്ലോട്ടിന്റെ ഒരു പോക്കൊക്കെ കൊണ്ടും തീർച്ചയായിട്ടും കണ്ടോക്കേണ്ട ഒരു മൂവി തന്നെയാണ് ദ മിനിസ്ട്രി ഓഫ് അൺജെന്റിൽമാൻലി വാർഫെയർ. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക, കാണാത്തവർ മസ്റ്റ് ആയിട്ട് കാണുക.